ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 46-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യമാണ് ഇന്ന് ചിന്തിക്കുന്നത്. ദൈവം നമ്മുടെ സങ്കേതവും ദൈവം നമ്മുടെ ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവ തിരുസന്നിധിയിൽ വിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന ദൈവ മക്കൾക്ക് കഷ്ടങ്ങളും നഷ്ടങ്ങളും ക്ലേശങ്ങളും ജീവിതത്തിലുടനീളം കടന്നു വരുമ്പോൾ 46-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം നമുക്ക് ധൈര്യം പകർന്ന് നൽകുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. മരണത്തിൻ്റെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുവാൻ അപൂർവമായ അവസരം ലഭിച്ചവരുണ്ട്. ജീവൻ്റെയും ജീവിതത്തിൻ്റെയും മൂല്യം തിരിച്ചറിയുവാൻ അവർക്ക് സാധ്യമാകും. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഹൃദയഭാരത്തോടെ യേശുവിൻ്റെ കല്ലറയിലേക്ക് ഓടുന്ന മഗ്ദലക്കാരി മറിയത്തെ കാണാം. കല്ലറയുടെ വാതിൽക്കൽ വെച്ചിരിക്കുന്ന വലിയ കല്ല് എപ്രകാരം എങ്ങനെ ആര് ഉരുട്ടി മാറ്റുമെന്നതായിരുന്നു മറിയത്തിൻ്റെ ഹൃദയഭാരം. എന്നിരുന്നാലും വിശ്വാസത്തോടെ മുന്നോട്ട് കുതിച്ച മറിയം കണ്ടത് ദൈവത്തിൻ്റെ ദൂതൻ കല്ല് നീക്കിയിരിക്കുന്നതാണ്. അപ്പോൾ രോഗങ്ങളും കഷ്ടതകളുമാകുന്ന കല്ല് ഉരുട്ടി മാറ്റുവാൻ അതിശക്തനായ ദൈവം നമുക്ക് തുണയായി കൂടെ ഉണ്ടെന്ന ധൈര്യമാണ് 46-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യം നമുക്ക് നൽകുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ മുഖം വാടുമ്പോൾ, എൻ്റെ മനസ്സ് നൊമ്പരപ്പെടുമ്പോൾ, നിങ്ങളുടെ മുഖം വാടുമ്പോൾ, നിങ്ങളുടെ ഹൃദയഭാരം വർദ്ധിക്കുമ്പോൾ നമ്മോട് ചേർന്ന് നിൽക്കുമെന്ന് ഞാനും നിങ്ങളും കരുതിയ എല്ലാവരും നമ്മളെ കൈവിട്ട് അവരുടെ ഉള്ളിൽ സാഡിസ്റ്റുകൾ പോലെ സന്തോഷിച്ച് മാറി നിൽക്കുന്ന ഈ പുതിയ ലോകത്ത് ഒരു ഗാനത്തിൻ്റെ ഈരടികൾ സന്ദർഭവശാൽ ഓർത്ത് പോകുന്നു. എൻ്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും. എൻ്റെ മിഴികൾ ഈറനണിഞ്ഞാൽ ദൈവത്തിൻ മിഴി നിറയും. അപ്പോൾ ജീവിതം വഴിമുട്ടുമ്പോൾ പ്രാർത്ഥിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് സ്നേഹിതന്മാർ പിന്മാറുന്ന സാഹചര്യത്തിൽ, ജീവിതം വഴിമുട്ടുമ്പോൾ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് മാത്രം അന്വേഷിച്ച് ആ അന്വേഷണത്തിൽ സഹായം ഒതുക്കി നിർത്തി സ്നേഹിതന്മാർ പിന്മാറുമ്പോൾ നിരാശപ്പെടാൻ പാടില്ല. പ്രത്യാശ കൈവിടരുത്. ഈ മെയ് മാസത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിലുണ്ടായ അനുഭവത്തിൽ നിന്ന് തുറന്ന് പറയട്ടെ. ചെങ്കടൽ കടന്നവർ യോർദാൻ നദിക്ക് മുമ്പിൽ പരിഭ്രമിക്കരുത്. വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായത്തിനായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക. അവൻ വിളിക്കും മുമ്പേ ഉത്തരം നൽകുന്നവനാണ്. പ്രാർത്ഥിച്ച് തീരും മുമ്പേ കേൾക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ 46-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം രോഗങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നടക്കുവാൻ അപൂർവമായ അവസരം ലഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതകാലം മുഴുവൻ ധൈര്യം പകർന്നു നൽകുന്ന ഒരു ദൈവീകമായ തിരുവചന വാക്യമാണ്
ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ലോകത്തിൻ്റെ സ്നേഹിതന്മാരിൽ ആശ്രയിക്കാതെ, ഈ ലോകത്തിൻ്റെതായ ശക്തിയിലും ആശ്രയിക്കാതെ, സർവശക്തനായ ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥന നിർഭരമായ ഒരു ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായത്തിനായി വിളിച്ച് പ്രാർത്ഥിക്കുക. അവൻ വിളിക്കും മുൻപ് ഉത്തരം നൽകുന്നവനാണ്, പ്രാർത്ഥിച്ച് തീരും മുമ്പ് കേൾക്കുന്നവനാണ് എന്ന് എൻ്റെ അനുഭവത്തിലൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.